എൻ്റെ എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആണ്. ചില ദിവസം ഐ എം ടു ലേസി ടു വേക്കപ്പ്. ഞാൻ ആ സ്നൂസ് ബട്ടൺ 2-3 പ്രാവശ്യം അമർത്തിയിട്ട് വീണ്ടും കിടന്നുറങ്ങാൻ പോകും. ചില ആൾക്കാരുണ്ട് അലാറം അടിച്ച വശം തന്നെ ടപ്പ് തന്നെ എണീക്കുന്നത്. ഐ ആം ജെലസ് ഓഫ് ദോസ് പീപ്പിൾ. എനിക്ക് അലാറം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും ബെഡിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മണിക്കൂർ ഒരു പവർഫുൾ ആണ്. ഈ ഒരു സമയമാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ചില ദിവസം ഞാൻ ലേറ്റായിട്ട് എണീക്കുമ്പോൾ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയാറില്ല, ജേർണലിംഗ് ചെയ്യാൻ കഴിയാറില്ല. ആ ദിവസങ്ങളൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആ ദിവസങ്ങളെല്ലാം എനിക്കൊരു നെഗറ്റീവ് വൈബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ ദിവസവും എൻ്റെ ജേർണൽ ടോപ്പിക് ഡിഫറെൻ്റ് ആണ്. എൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ജേർണൽ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. ചില ദിവസം എനിക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കെ വരുവാണെങ്കിൽ ഞാനത് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കും. ചില ദിവസം ഹാപ്പി ഡ്രീം, ഈ ഡ്രീം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രീം ആണെങ്കിൽ ഞാൻ അത് എഴുതി വയ്ക്കും. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. ഫ്രസ്ട്രേറ്റഡ് മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ എഴുതുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഞാൻ ബ്രീത് ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിംഗ് തന്നെ, അത് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എഴുതി വയ്ക്കും. അപ്പോൾ എന്ത് ടോപ്പിക്കാണ് എനിക്ക് മനസ്സിൽ വരുന്നത് അതിനെ പറ്റിയിട്ട് ഞാൻ കുറേയും കൂടി ഡീപ്ലി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതും. എൻ്റെ ആദ്യത്തെ ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് ബെഡിനെ ഒന്ന് ഒതുക്കി വെക്കുക എന്നതാണ്. നമ്മൾ റീസെൻ്റ്ലി ആണ് മെയിൻ ബെഡിനെ സെൽ ചെയ്തിട്ട് നമ്മളൊരു മാട്രസ് മാത്രം ഉപയോഗിച്ചിട്ട് താഴെ കിടക്കുന്നത്. ഒരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു അൺകൺവെൻഷണൽ മെത്തേഡൊന്നുമല്ല. പണ്ടൊക്കെ ഞങ്ങൾ നിലത്ത് ബാമ്പൂൻ്റെ പായ വിരിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉറക്കം കിട്ടിയ കാലങ്ങളാണ് അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമാണ്. ഇമോഷണലി വളരെയധികം ഹംബ്ലിങ് ആൻഡ് പീസ്ഫുൾ ഫീലിംഗ് ആണ് താഴെ കിടന്ന് ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്നത്. ഗ്രോസറീസ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു ഗ്രോസറിയിൽ എന്ത് ചാലഞ്ചാണ് അടുത്ത് ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ ഓപ്ഷൻ ആയിരുന്നു വീഗൻ ഫുഡ് ഷോപ്പിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫുഡ് ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ മിക്ക ആൾക്കാരും സെലക്ട് ചെയ്തത് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. കാർഫോറിൽ പോയിട്ട് ബഡ്ജറ്റ് ഷോപ്പിംഗ് ചെയ്യണോ അതോ ലുലുവിൽ പോയിട്ട്? കാരണം മാക്സിമം ആൾക്കാർ ലുലു ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കഴിക്കുന്നത് ഷുഗർ ഫ്രീ ഡബിൾ ചോക്ലേറ്റ് ഓട്സ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോൾ ഓട്സ് ആണ്. നോർമലി ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെ 2-3 മിനിറ്റ് മതി. ചൂടായിട്ടുള്ള പാലിട്ട് കഴിഞ്ഞാൽ കുതിർന്ന് വരും. പക്ഷേ ഹോൾ ഓട്സിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് അത് വെന്ത് വരാനൊരു 11-15 മിനിറ്റ് പിടിക്കും. ഹോൾ ഓട്സ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയത്തേക്ക് വിശപ്പ് ഫീൽ ചെയ്യാറില്ല. ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും കുറച്ചും കൂടുതൽ ബെനിഫിഷ്യൽ ഹോൾ ഓട്സ് ആണ്. പക്ഷേ സമയമില്ലാത്ത സമയത്തൊക്കെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് നല്ലത്. മോസ്റ്റ് ഓഫ് ദ സമയം ഞാൻ എൻ്റെ 3 നേരത്തെ ഭക്ഷണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഫാമിലിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇനീഷ്യലി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ലോൺലി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു 6 months ആയി ഞാൻ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ, TV ഇല്ല, മൊബൈലില്ല, ഒന്നും ഇല്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങി. മെഡിറ്റേഷൻ ചെയ്യാൻ സമയം കിട്ടാത്ത എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളൊരു കാര്യമാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു 5 to 10 minutes മൊബൈൽ ഫോൺ, TV ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതും ഒരു ചെറിയ മിനി മെഡിറ്റേഷനാണ്. നമ്മുടെ കാൽപാദത്തിൽ 7000 നെർവ് എൻഡിങ്സ് ഉണ്ട്. ആ നെർവ് എൻഡിങ്സിനെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ് റിലീഫാവും. അതിന് പറയുന്നതാണ് റിഫ്ലെക്സോളജി. റിഫ്ലെക്സോളജീൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫുഡ് മസാജസ് ആണ്. നമ്മൾ കൂടുതലും ഷൂ ഇട്ടിട്ടാണ് പുറമേ നടക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കൊറോണ കാരണം നമ്മൾ പുറത്തും കൂടി പോകുന്നില്ല. അപ്പോൾ കാലിൽ മസാജ് ചെയ്യാൻ ഒരു പറ്റിയ ടൂളാണ് പെബിൾസ്. ഈ പെബിൾസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് മാർക്കറ്റിൽ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈസിലി 2 to 3 dirhams ഒക്കെ കിട്ടുമ്പോൾ ഒരു ബഞ്ച് ഓഫ് പെബിൾസ് കിട്ടും.
എത്രയും കൂടുതൽ പെബിൾസ് ഉണ്ട് അത്രയും കൂടുതൽ നല്ലതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു യോഗ മാറ്റാണ്. ഇതിൻ്റെ ഒരു മാറ്റും കൂടി വരുന്നുണ്ട്, അതിനെ പറയുന്നതാണ് മർമ്മ മാറ്റ്. ഈ മാറ്റ് ഓൺലൈൻ അവൈലബിൾ ആണ്, പക്ഷെ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടും എനിക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ള പെബിൾസിൻ്റെ ഫീലാണ് കാലിൽ ടച്ച് ചെയ്യുമ്പോൾ നല്ലത് ഫീൽ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പെബിൾസ് വാങ്ങിച്ച്. ഇതൊരു DIY ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മോർണിംഗ്സ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എൻ്റെ ഹെൽത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ വെരി അക്കംപ്ലിഷ്ഡ്. സോ ഐ ഹോപ്പ് യു enjoyed this video. Thank you so much for watching this. ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ do incorporate in your life. Stay healthy, stay safe.